നമസ്കാരം. കോൺഗ്രസിന്റെ മറ്റൊരു കൊടും ക്രൂരതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംരക്ഷിക്കുമെന്ന് കരുതി കോൺഗ്രസ് നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വോട്ട് ചെയ്ത കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലാണ് കർഷകൻ കീടനാശിനി കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പല വാഗ്ദാനങ്ങളും നൽകി അത് കഴിയുമ്പോൾ കാലുമാറുന്ന കോൺഗ്രസിന്റെ സ്ഥിരം പദ്ധതി വീണ്ടും തുടരുകയാണ് എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഈ കർഷക ആത്മഹത്യ. സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് കർഷകന്റെ 3 ഏക്കർ കൃഷിഭൂമിയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കയ്യേറിയത്. ഇതേ തുടർന്നാണ് കർഷകൻ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കർഷകൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. തന്റെ ഏക്കർ കണക്കിന് കൃഷിഭൂമി തട്ടിയെടുത്തുവെന്ന് കർഷകൻ വീഡിയോയിൽ ആരോപിച്ചു. പ്രധാനമായും 5 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തിയത്. കർഷകരെ സംരക്ഷിക്കുമെന്ന് കരുതിയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്നും മരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തനിക്ക് മുന്നിലില്ലെന്നും കർഷകൻ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ തെലങ്കാന ഭരിക്കുന്നത്. ഈയൊരു സംഭവം കർഷകർക്കിടയിൽ വലിയൊരു സമര പോർമുഖത്തിന് വഴിയൊരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല. പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.